നമ്മൾ നാല് ചുറ്റും ഒന്ന് നോക്ക്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഓഫീസുകളിൽ, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ എല്ലായിടവും ആളുകൾ ഓട്ടത്തിലാണ്. ഞാൻ ഏകദേശം ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ മുംബൈയിൽ പോയപ്പോൾ, അന്ന് ബോംബെയാണ്, അവിടെ ചെന്നപ്പോൾ ഞാനിങ്ങനെ അത്ഭുതമായിട്ട് നോക്കി നിന്ന ഒരു കാഴ്ചയുണ്ട്. അവിടെ ആരും നടക്കുന്നില്ല, എല്ലാവരും ഓട്ടത്തിലാണ്. എന്തിനാണ് മനുഷ്യരിങ്ങനെ ഓടുന്നത് എന്ന് ഞാൻ ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ആദ്യമായിട്ട് ബോംബെയിൽ വരികയാണോ എന്ന് വെച്ചാൽ അവിടെ മനുഷ്യരെല്ലാം ഓട്ടത്തിലാകുമ്പോൾ ഈ ഓടാത്ത കേരളത്തിൽ നിന്ന് ചെന്ന നമ്മളൊക്കെയാണ് അത് നോക്കി നിന്നിട്ടുള്ളത്. ഇന്ന് പക്ഷേ കേരളത്തിൽ എവിടെ നോക്കിയാലും ഇതുപോലെ ആളുകൾ ഓട്ടത്തിലാണ്. ബസ് പിടിക്കാൻ ഓട്ടം, ട്രെയിൻ പിടിക്കാൻ ഓട്ടം, ഓഫീസിലിരുന്ന് തിരക്ക് കൊണ്ടുള്ള ഓട്ടം, അത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം ബന്ധങ്ങളുടെ പിന്നാലെയുള്ള ഓട്ടം. ഇതുകൊണ്ട് നമുക്കുണ്ടാവുന്നത് അൾട്ടിമേറ്റ്ലി സംഘർഷമാണ്, സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ്സ്, നിരാശകളുണ്ട് ആളുകൾക്ക്. അവരുടെ അംബീഷൻ പൂർത്തിയാക്കാൻ വയ്യാത്ത തരത്തിൽ അവരുടെ ഓട്ടം അവരെവിടെയും കൊണ്ട് എത്തിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് സംഘർഷങ്ങളിലൂടെ ഇന്നത്തെ ആളുകൾ കടന്നു പോവുകയാണ്. എൻ്റെ കൗൺസിലിംഗ് സെൻറ്ററിൽ വരുന്ന ആളുകളും അവരുടെ എല്ലാം പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് അവരോട് നന്ദിയില്ല, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഒരു ജെനുവിനിറ്റി ഇല്ല, ഭാര്യയ്ക്ക് ഭർത്താവിനോട് പഴയതുപോലുള്ള സ്നേഹമില്ല, ഭർത്താവിന് ഭാര്യയോട് ഒരു അടുപ്പമില്ല. ഈ തരത്തിൽ ആളുകൾ ഒരുപാട് തരത്തിലുള്ള നിരാശകളും ദുഃഖങ്ങളും വിഷാദങ്ങൾക്കുമൊക്കെ അടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എനിക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അതിലൊന്ന്, നിങ്ങൾക്ക് വലിയ ദുഃഖങ്ങൾ, നമ്മുടെ നിരാശ, ജീവിതത്തിൽ ഞാൻ എന്ത് നേടി, അല്ലെങ്കിൽ ഞാൻ ദുഃഖിതയാണോ എന്നൊക്കെ തോന്നുന്ന സമയത്ത് നിങ്ങളൊരു പേപ്പർ എടുക്കുക. ഈ പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഉള്ള എല്ലാം, നിങ്ങളുടെ ഇമോഷൻസ് ആകാം, നിങ്ങളുടെ പൊസഷൻസ് ആകാം, നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട്, നിങ്ങളുടെ ഈഗോകളെക്കുറിച്ചാകാം, നിങ്ങളെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചാകാം, നിങ്ങളെ സംഘർഷത്തിലേക്ക് നയിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. അതിൽ നിങ്ങളുടെ സ്റ്റാറ്റസിനെ കുറിച്ചുള്ള വിചാരം, നിങ്ങളുടെ ഈഗോ ഹേർട്ടാകുന്നതിൻ്റെ വിചാരം, സ്നേഹശൂന്യതയെക്കുറിച്ചുള്ള വിചാരം, ഇതേപോലെ പേപ്പറിൽ ഇതെല്ലാം എഴുതി വെച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ അത് വായിച്ചു നോക്കുമ്പോൾ നമ്മൾക്കിത് വേണ്ട, നമ്മൾക്ക് ഉപേക്ഷിക്കാൻ പറ്റും എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ അതിനകത്ത് കാണും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക, വെട്ടിക്കളയുക. ഈഗോ വേണ്ട, അവരുമായിട്ടുള്ള വൈരാഗ്യം വേണ്ട, നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിനെ കുറിച്ചുള്ള ഓർമ്മ, അതായത് നമ്മുടെ ഭൂതകാലത്തിനെ കുറിച്ചുള്ള നമ്മുടെ ചില ഓർമ്മകൾ നമുക്കിനി വേണ്ട, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പണം നമുക്കിത് വേണ്ട. ഈ തരത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നീട് നമ്മുടെ ഈ പേപ്പറിൽ എഴുതുന്ന കാര്യങ്ങൾ കുറഞ്ഞു വരും. നമ്മുടെ മനസ്സും അതിനനുസരിച്ച് വളരെ ലഘുവായ രീതിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, എന്തൊക്കെയോ ഒഴിഞ്ഞു പോകുന്നത് പോലെ. അതേപോലെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഒരിക്കലും ഈ ഓട്ടത്തിൽ നിന്ന് പുറകെ പോകാതെ കുറച്ച് നടക്കാൻ പഠിക്കുക, കുറച്ച് വിശ്രമിക്കാൻ പഠിച്ച്, കുറച്ച് വിനോദങ്ങളിൽ ഏർപ്പെടാൻ പഠിക്കുക. കാരണം ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നൊരു ധാരണ വരുത്തുക. ഒരുപാട് സങ്കടം വരുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾക്ക് നമ്മുടെ ഇന്നർ സെൽഫ്, നമ്മുടെ ഉള്ളിലൊരു സെൽഫുണ്ട്. നമ്മൾ പുറമേ കാണുന്ന സെൽഫിനേക്കാൾ ആ ഉള്ളിലെ സെൽഫുമായിട്ട് നിങ്ങൾ തന്നെ ഒരു സംവാദം നടത്തുക. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? ഞാൻ എന്തിനാണ് ഇങ്ങനെ അംബീഷ്യസ് ആകുന്നത്? അവസാനം എന്താണ് ഈ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ആരോ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും, പഠിത്തമുള്ളവൻ്റെയും പഠിത്തമില്ലാത്തവൻ്റെയും, ജാതിയിൽ മുൻപിൽ നിൽക്കുന്നവൻ്റെയും ജാതിയിൽ പിന്നിൽ നിൽക്കുന്നവൻ്റെയും അവസാനത്തെ ടോട്ടൽ ലൈഫ് എടുത്തു നോക്കിയാൽ എല്ലാം ഒന്ന് തന്നെയാണ്. കാരണം ഈ പണമുണ്ട് എന്ന് വിചാരിച്ച് സന്തോഷമുണ്ടാകണമെന്നില്ല, പണമില്ല എന്ന് കരുതി അവർക്ക് ദുഃഖമുണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ടോട്ടാലിറ്റി എടുത്തു നോക്കിയാൽ ജീവിതം എല്ലാവർക്കും നൽകുന്നത് ഏകദേശം ഒന്ന് തന്നെയാണ്. പിന്നെ അതിൽ സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മനുഷ്യരാണ്. അതുകൊണ്ട് ഓട്ടം നിർത്തുക, നടക്കാൻ പഠിക്കുക, ഇരിക്കാൻ പഠിക്കുക, വിശ്രമിക്കാൻ പഠിക്കുക. ഒരു ഇടയ്ക്ക് അല്പം ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പഠിക്കുക.
നമ്മുടെ ദുഃഖങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ ശീലിക്കുക. ഏറ്റവും നല്ലത് ഓപ്പൺ ആകുക എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ ഇത്രയും രഹസ്യ സ്വഭാവമുള്ളവരായിട്ട് മാറുന്നത്? ഒരുപാട് ദുഃഖിതരായ ആളുകൾ, ഒരുപാട് വിഷാദ രോഗികൾ ആരും തുണയില്ലാതെ, പങ്കുവയ്ക്കാൻ ആളുകളില്ലാതെ ആ അവസ്ഥയിലേക്ക് പോകുന്നവരാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാത്തിൻ്റെ പിന്നിലുള്ള ഒരു പരക്കം പാച്ചിലുണ്ടല്ലോ, അത് നിർത്താൻ ശ്രമിക്കുക. എല്ലാവർക്കും, ഇത് കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.